ഈ വിമാനമൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ മനുഷ്യന്മാർ സഞ്ചരിച്ചിരുന്നത് പല യാത്രാ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പറക്കാനായിട്ട് സഞ്ചരിച്ചിരുന്നത് ബലൂണുകളിലായിരുന്നു. ഹോട്ട് എയർ നിറച്ചിരുന്ന താഴെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം ഇരുന്ന് അല്ലെങ്കിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഹോട്ട് ബലൂണുകൾ. അപ്പോൾ ഇതിൽ ഏറ്റവും ഉയരത്തിലേക്ക് ഇതിങ്ങനെ പൊങ്ങി ഇങ്ങനെ പോവുകയാണല്ലോ, അതിൻ്റെ ഈ കാറ്റിങ്ങനെ വിടുന്ന സമയത്താണ് ഇതിങ്ങനെ കാറ്റിനനുസരിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ഹോട്ട് എയർ പുറത്തേക്ക് വിടുന്നതിനനുസരിച്ചും കാറ്റിൻ്റെ ഗതി അനുസരിച്ചുമാണ് ഇത് സൈഡിലേക്ക് പോകുന്നതും മാറുന്നതും ഒക്കെ. അങ്ങനെ 22,000 അടിയോളം ഉയരത്തിൽ പല ആളുകളും ഹൈറ്റിലേക്ക്, കുത്തനെ ഹൈറ്റിലേക്ക് പല ആളുകളും പോവുകയുണ്ടായി. ഹെൻറി കോസ്വെല്ലും ജെയിംസ് ഗ്ലേഷ്യർ എന്ന് പറഞ്ഞിട്ടുള്ള 2 അതിസാഹസികർ 35,000 അടി ഉയരത്തിൽ വരെ ഈ ഒരു ബലൂണിലേക്ക് കുത്തനെ പറന്നങ്ങോട്ട് പോയി. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ കാലാവസ്ഥാ നിരീക്ഷണം, മേഘങ്ങൾക്കിടയിലൂടെ പറക്കുക, ഏറ്റവും മുകളിലെത്തുന്ന സമയത്ത് മനുഷ്യന്മാർക്ക് എന്ത് സംഭവിക്കും, ഓക്സിജൻ അപ്പോൾ അവിടെയും ലഭ്യമാണോ എന്നീ കാര്യങ്ങളൊക്കെ അറിയുക, കൂടുതൽ പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത് 2019 പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് ദ എയറോനോട്ട്സ് എന്നൊരു സിനിമ. ഈ ഒരു ബുക്കിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ എടുത്തത്. പക്ഷേ ഇതൊരു സംഭവ കഥ കൂടിയാണ്. സിനിമയുടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആക്ഷൻസുകളും ത്രില്ലിംഗ് മൊമെൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതൊന്നും സംഭവം നടന്നതൊന്നായിരിക്കില്ല, ഇതൊക്കെ ഇങ്ങനെ ആഡ് ഓൺ ചെയ്തതായിരിക്കും, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹെൻറി കോസ്വെല്ലും പിന്നെ ജെയിംസ് ഗ്ലേഷ്യർ എന്ന് പറഞ്ഞ 2 വ്യക്തികളുമാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അതിൽ ഹെൻറി എന്നൊരു വ്യക്തിയുടെ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ഒരു ലേഡിയാണ്, അമേലിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറുള്ള അമേലിയ എന്നൊരു ലേഡിയും ജെയിംസ് കോസ്വെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തിയും കൂടിയാണ് ബലൂണിലേക്ക് പറക്കാൻ പോകുന്നത്. സിനിമയുടെ തുടക്കം ഇങ്ങനെയാണ്. അമേലിയ അത്യാവശ്യം നല്ലൊരു ബലൂൺ പൈലറ്റാണ്. അവൾക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അവളും അവളുടെ ഹസ്ബൻഡും ഒക്കെ വളരെ ഉയരത്തിലേക്ക് ഈ ബലൂൺ പറപ്പിച്ച് പോയിട്ടൊക്കെ ഉണ്ട്. അവളുടെ ഹസ്ബൻഡ് ഇങ്ങനെ പറന്ന് പൊങ്ങി വലിയൊരു അപകടത്തിൽ, ഹസ്ബൻഡ് ഒരു അപകടത്തിൽ മരിച്ചു പോവുകയാണ്. അതെന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അമേലിയ അതിനുശേഷം ഒന്നും അങ്ങനെ ബലൂൺ യാത്ര ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടില്ല. ജെയിംസ് ഗ്ലേഷ്യറിൻ്റെ കഥ മറ്റൊന്നായിരുന്നു. എപ്പോഴും പറന്നുകൊണ്ടിരിക്കുന്ന ബലൂണുകൾ നോക്കിക്കൊണ്ട് എനിക്കും ഒരു ദിവസം ഇങ്ങനെ പറക്കണം, ഹൈറ്റിൽ അതിസാഹസികമായിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു യുവാവായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഈ ബലൂൺ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൗൺസിലേഴ്സിൻ്റെ അടുത്തും വലിയ ആ നാട്ടിലുള്ള വലിയ ധനികന്മാരുടെ അടുത്തൊക്കെ ഈ ബിസിനസ് ആളുകളൊക്കെ ഉണ്ടാവില്ല, സംരംഭകരുടെ അടുത്തൊക്കെ പോയി പറയുന്നു, നിങ്ങൾ ഇതിന് ഫണ്ട് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് ഈ ഒത്ര ഹൈറ്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ സ്പോൺസർ ചെയ്യുക, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് എന്താ പറയുക ഒരു പ്രശസ്തിയൊക്കെ നിങ്ങൾക്കും കിട്ടും, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളും നടക്കും എന്നുള്ള പ്രപ്പോസൽസ് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ബാക്കിയുള്ള ആളുകളൊക്കെ ഇതൊരു മണ്ടത്തരമായിട്ട് എടുക്കുകയാണ്. 22,000 അടി ഉയരത്തിൽ വരെ ആളുകൾ അതുവരെ പറന്നിട്ടുള്ളൂ. അപ്പോൾ അതിന് മുകളിലേക്ക് ആരും ഇതുവരെ പറന്നിട്ടില്ല. അപ്പോൾ അവർ പറയുകയാണ്, നമ്മൾക്കൊരു ബലൂൺ ഉണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാളും ഉയരത്തിൽ പറക്കും, അതൊരു ലോക റെക്കോർഡാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ജെയിംസ് പല തവണ അത് കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പല വലിയ ഉന്നത എന്താ പറയുക ബിസിനസ് മാഗ്നറ്റുകളൊക്കെ അത് പല കൗൺസിലുകളും ബിസിനസ് സംരംഭകരും ഒക്കെ ഈ ഒരു പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തിട്ട് ജെയിംസിനെ അവിടുന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം അവിടുന്നും തളർന്നില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഒരു സഹായത്തോടു കൂടെ വലിയൊരു ബലൂണ് എന്താ പറയുക ബിൽഡ് ചെയ്യുകയും അതിലേക്ക് തൻ്റെ കൂടെ പറക്കാനായിട്ട് അമേലിയയെ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. പിന്നെ അവരങ്ങ് പറന്നങ്ങ് പോവുകയാണ്. അതാണ് നമ്മൾ കാണുന്ന സിനിമ. ഈ പറന്ന് അതുവരെയുള്ളൊരു കഥ മാത്രമാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ബാക്ക് സ്റ്റോറി മാത്രമാണ്. അത് ഇങ്ങനെ നോൺ ലീനിയർ ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് നമുക്ക് അതുവരെ. അതിനുശേഷം ഒരു പറന്ന് പൊങ്ങി കഴിയുന്നതിന് ശേഷമാണ് മോനെ കിടിലൻ എക്സ്പീരിയൻസ്. ഒരു VFXൻ്റെ ഏതാണ് VFX ഏതാണ് ഒറിജിനൽ എന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഷൂട്ട് എന്താ പറയുക ഒരു സീനുകളാണ് സിനിമയിലുള്ളത്. അത്രയ്ക്കും ഹൈ ക്വാളിറ്റി ലെവലിൽ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നു, അത്രയും അഡ്വഞ്ചറസ് ആയിട്ട് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അഭിനേതാക്കളുടെ ഏറ്റവും ബെസ്റ്റ് പ്രകടനം ഇല്ല. ഗ്രാവിറ്റി എന്ന സിനിമയ്ക്കും അങ്ങനെ ഒരു വലിയൊരു സംഭവം ഉണ്ട്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് ആ ഒരു ഷാഡോ വരുന്നതും സൂര്യൻ വരുന്നൊരു പൊസിഷനും ഒക്കെ ഉണ്ട്. ഈ ഒരു സിനിമയിലും അങ്ങനെ തന്നെ എനിക്കത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഗ്രാവിറ്റിയാണ്. അപ്പോൾ ആ സീൻ കണ്ടപ്പോൾ ഇതിലും അങ്ങനത്തെ ഒരുപാട് സീനുകളുണ്ട്. നമുക്ക് ഇത് ബലൂൺ ഇങ്ങനെ നേരെ പോവല്ലോ, ഇതിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ റെക്കോർഡ് 22,000 മീറ്റർ, അത്രയും 22,000 അടി ഫീറ്റ് ഉയരത്തിൽ പറക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതും കടന്ന് 35,000 അടി ഉയരത്തിലേക്ക് അതിലും കടന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത്
അവർക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് വെച്ചാൽ മാനസിക വിഭ്രാന്തി. അതായത് അത്രയും ഹൈ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് തണുപ്പ് കൂടുന്നു, മരണഭയം ഉണ്ടാകുന്നു, എന്ത് ചെയ്യണമെന്നറിയാണ്ട് തല വർക്ക് ചെയ്യുന്നില്ല, അത്രയും തണുത്ത് മെൻ്റലി അവർ സ്റ്റോപ്പായി പോകും. എന്നിട്ടും അവരത് താഴേക്ക്, ആ ഒരു ബലൂൺ എങ്ങനെ താഴേക്ക് എത്തിക്കുന്നു, അവരെങ്ങനെ രക്ഷപ്പെടുന്നു, അവർ പോയി കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. വിമാനം കഴിഞ്ഞതിന് ശേഷം ഇതിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ അന്നത്തെ കാലത്ത് അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഒരു സാഹസികമായിട്ട് അത് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്രയും അടി ഉയരത്തിലേക്ക് വേറെ കയറുകളോ അല്ലെങ്കിൽ പാരഷൂട്ടുകളോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് അവർ പോയിട്ടുണ്ടെങ്കിൽ, അത് ആ ഒരു സീന്, ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ആ ഒരു സംഭവം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അത് ഒരു ദൃശ്യവൽക്കരിക്കുന്ന ഒരു അടിപൊളി സിനിമയാണ് ദി എയറോനോട്ട്സ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം.